അടുക്കളയിൽ ചെന്നപ്പോഴത്തേന് എനിക്ക് സുഗന്ധ അഭിഷേകം ആണ്. അതായത് സെൻറ്റഡ് ക്യാൻഡിൽ ഒരെണ്ണമൊന്നുമല്ല, ഒരു 50 ക്യാൻഡിൽ കത്തിച്ച് വെച്ചാലുള്ള മണം. അപ്പം എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ഞാനങ്ങനെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരിൽ നിന്നൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്, മാതാവിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്പോഴും സുഗന്ധാഭിഷേകമായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി. എന്നെ ഈശോ തൊട്ടു, എൻ്റെ അടുത്ത് ഈശോയും മാതാവും വന്നു എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ ധൈര്യമായി എനിക്ക്. അപ്പം ഞാൻ അപ്പോഴത്തേക്കിന് പലരുടെ സാക്ഷ്യത്തിൽ നിന്ന് മാതാവിൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ പ്രിൻ്റ് എടുത്ത് ഞാൻ പോകുന്നിടത്തെല്ലാം കാണും. അതുപോലെ ഓരോരുത്തർ പറയും അവർ പോക്കറ്റിലിട്ടുകൊണ്ട് പോയി, അതുപോലെല്ലാം ഞാനും ചെയ്യും. എന്നിട്ട് മാതാവിനോട് ഞാൻ പിന്നെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, മാതാവേ, നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ കൃപാസനത്തിൽ എത്തിക്കണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ 1 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് നാട്ടിൽ കൊണ്ടുവിടാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചു, ഞാനും നാട്ടിൽ വന്നോട്ടെ എന്ന്. അപ്പോൾ സർജറിക്ക് മുമ്പായിട്ടുള്ള എനിക്കൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ വരാൻ തീരുമാനിച്ചു. പിന്നെ ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കിന് കൃപാസനത്തിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അതിന് ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നവംബറിൽ നാട്ടിലെത്തി. അപ്പോൾ എൻ്റെ വീട് തിരുവല്ലയാണ്. തിരുവല്ലയ്ക്ക് പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരുവല്ലയിൽ നിന്ന് വരുമ്പോഴോ കൃപാസനത്തിൽ ഞാൻ വരാമായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ആ സമയത്ത് മഴയൊക്കെ കാരണം ഞങ്ങൾ തിരുവല്ല പോക്ക് ക്യാൻസലായി. അപ്പം ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഫാമിലിയും വീട്ടിലെത്തി. അവരിവിടെ വന്ന് ഉടമ്പടി എടുത്തവരാണ്. ആ ചേച്ചി കാശുരൂപം എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി, ഞാൻ കൃപാസനത്തിൽ പോകാൻ ആഗ്രഹിച്ച് വന്നതാണ്, പക്ഷേ മഴയൊക്കെ കാരണം എനിക്ക് പോകാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞു, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ തീർച്ചയായും പോയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടനും ചേച്ചി എൻ്റെയും ഹസ്ബൻഡേയും കൂടെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊന്നും അറിയത്തില്ല, ഇവിടെ എന്താണെന്നും ഒന്നും എനിക്കറിയത്തില്ല. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഈ പറയുന്ന ഉടമ്പടി എന്താണെന്നറിയില്ല, എനിക്ക് എടുക്കാമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വന്നിട്ട് കൗണ്ടറിൽ ഞാൻ ആദ്യം ചോദിച്ചു, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന്. അപ്പോൾ അവിടെ ഇരുന്ന ചേട്ടൻ പറഞ്ഞു, മോൾ ആദ്യം ഉടമ്പടി എടുക്കുക. ഞാൻ പറഞ്ഞു, ചേട്ടാ, ഞാൻ ഹിന്ദുവാണ്. ചേട്ടൻ പറഞ്ഞു, അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ഉടമ്പടി എടുക്ക്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ടു.